aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ദൈവം മനുഷ്യരെ ഭൂമിയിൽ നിർമ്മിച്ച് അധികം താമസിയാതെ സുസ്ഥിരവും സന്തുഷ്ടവുമായ ജീവിതത്തിലേക്ക് നയിക്കുമായിരുന്ന ദൈവത്തിന്റെ നല്ലതും പ്രയോജനകരവുമായ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ മനുഷ്യവർഗം വിസമ്മതിച്ചു. പകരം അവർ പെട്ടെന്ന് സ്വയം നാശത്തിലേക്ക് നീങ്ങുന്നതായി നാം കാണുന്നു. ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ നിരസിക്കുന്ന ആദാമിന്റെയും ഹവ്വയുടെയും മാതൃക പിന്തുടർന്ന് മനുഷ്യവർഗം കൂടുതൽ ശത്രുതയിലേക്കും തിന്മയിലേക്കും കടന്നു. നോഹയുടെ കാലത്തെക്കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യന്റെ ദുഷ്ടത ഭൂമിയിൽ വലുതാണെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നിരന്തരം തിന്മ മാത്രമാണെന്നും യഹോവ കണ്ടു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാമത് വചനം. ദൈവത്തിൽ വിശ്വസിക്കുകയും അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. നോഹയും കുടുംബവും ഈ യുഗത്തിൽ രക്ഷ പ്രാപിച്ചത് യഹോവയിലുള്ള വിശ്വാസത്തിലും അനുസരണത്തിലും നിലനിന്നത് കൊണ്ടാണ്. തൻ്റെ മടങ്ങിവരവിന്റെ കാലത്തെക്കുറിച്ച് യേശു പറയുമ്പോൾ നോഹയുടെ നാളുകളെ കുറിച്ച് യേശു പരാമർശിക്കുന്നു. അന്ത്യകാലം അടുക്കുമ്പോൾ ഈ ഭൂമിയിലെ ഭൂരിഭാഗം നിവാസികളും അക്രമം നിറഞ്ഞ ഒരു ലോകത്തിൽ ഭക്തികെട്ട ജീവിതം നയിക്കും എന്ന് വചനം പറയുന്നു. അത് നോഹയുടെ കാലം പോലെ എന്ന വചനത്തിൽ സ്പഷ്ടമായി രേഖപ്പെടുത്തുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 26-27 വചനങ്ങൾ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. മത്തായി സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വചനങ്ങൾ. നോഹ ജീവിച്ചിരുന്നത് അപകടകരമായ ഒരു സമയത്താണ്. നോഹയുടെ കാലത്ത് മനുഷ്യർക്ക് അവരുടെ ദുഷിച്ച വഴികൾ മാറ്റാൻ ദൈവം നീണ്ട വർഷങ്ങൾ നൽകി. നോഹ ഈ നാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. നിർഭാഗ്യവശാൽ ആളുകൾ പ്രതികരിച്ചില്ല, അവർ കാര്യമാക്കിയുമില്ല. അവർ അവരുടെ ഇഷ്ടം പോലെ ജീവിതം തുടർന്നു. അവർ ദൈവത്തെ അവഗണിച്ചു. എന്തായിരുന്നു നോഹയുടെ കാലത്തെ പാപങ്ങൾ? അസൂയ, കോപം, പ്രതികാരം, കൊലപാതകം, അതിക്രമം, ഇവയെക്കൊണ്ട് ഭൂമി നിറഞ്ഞു. യഹോവ ഭൂമിയെ നോക്കി, എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുൻപാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരിക്കുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 11-12 വചനങ്ങൾ നാം വായിക്കുന്നു. അവർ ചെയ്ത മറ്റൊരു വലിയ പാപം അവർ ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു എന്നതാണ്. അവരുടെ ഹൃദയവിചാരങ്ങൾ ദോഷമുള്ളത് എന്ന് യഹോവ കണ്ടു. ഇന്നത്തെ സ്ഥിതി എങ്ങനെയാണ്? യേശു പറയുന്നു, അന്ത്യകാലഘട്ടങ്ങൾ നോഹയുടെ കാലം പോലെ എന്ന്. ഇന്ന് ദുഷ്ടതയും അസൂയയും കോപവും അതിക്രമങ്ങളും വർദ്ധിക്കുന്നു. ദേശത്ത് ഭക്ഷണശാലകൾ പെരുകുന്നു, അതിഭക്ഷണം വർദ്ധിക്കുന്നു. നോഹയുടെ കാലം പോലെ തിന്നും കുടിച്ചും മനുഷ്യർ ജീവിക്കുന്നു. ദുഷ്ടത പ്രവർത്തിക്കുവാൻ മടിയില്ലാത്ത സമൂഹം. ഹൃദയ വിചാരങ്ങൾ ദോഷമാകുന്നു. എന്ത് വഷളത്വവും പ്രവർത്തിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സമൂഹം. ദൈവഭക്തി കുറയുന്നു. പരസ്പര സ്നേഹവും ബഹുമാനവും കുറയുന്നു. ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ
കൃപ ലഭിച്ചവനായിരുന്നു നോഹ. താൻ നിർമ്മിച്ച രക്ഷാപ്പെട്ടകത്തിൽ വിശ്വാസത്തോടെ കയറി രക്ഷപ്പെടുവാൻ നോഹ എല്ലാവരോടും പറഞ്ഞു. ദൈവം ജനത്തിന് നൽകിയ ഒരു മഹാകൃപയാണത്. എന്നാൽ ദൈവശബ്ദം ആരും ശ്രദ്ധിച്ചില്ല. വിശ്വസിച്ച് കയറിയ 8 പേർ രക്ഷ പ്രാപിച്ചു. കാണാത്തവയെ പറ്റി അരുളപ്പാട് ലഭിച്ചപ്പോൾ നോഹ അത് വിശ്വസിച്ചു, ദൈവത്തെ അനുസരിച്ചു. അത് നോഹയ്ക്കും കുടുംബത്തിനും രക്ഷാ കാരണമായി. നോഹയുടെ കാലത്തെ പെട്ടകം ക്രിസ്തുവിന്റെ നിഴലാണ്. യേശു നമ്മെ ന്യായം വിധിക്കും. നോഹയുടെ കാലത്തെ ജനങ്ങൾ ജലത്താൽ ന്യായം വിധിച്ചു. നോഹയുടെ പെട്ടകം വിശ്വാസികളായ നോഹയുടെ കുടുംബത്തെ രക്ഷിച്ചു. ക്രിസ്തു എന്ന രക്ഷാപെട്ടകം നമുക്കായി തുറന്നു കിടക്കുന്നു. അന്ന് പെട്ടകത്തിന്റെ വാതിൽ തുറന്നതും അടച്ചതും ദൈവമാണ്. ഇന്ന് കൃപയുടെ പെട്ടകവാതിൽ ദൈവം തുറന്നിട്ടിരിക്കുന്നു. കർത്താവിൽ വിശ്വസിച്ച് അനുദപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ ഏവർക്കും സൗജന്യമായി ഈ പെട്ടകത്തിൽ കയറാം. എന്നാൽ ഇന്നും ജനൻ നോഹയുടെ കാലം പോലെ ദൈവ ശബ്ദം കേൾക്കാതെയും ദൈവത്തെ മറന്നും സകല ദുഷ്ടതകളും സകലവിധമായ ദോഷങ്ങളും പ്രവർത്തിച്ച് വഷളായി ജീവിക്കുന്നു. ഈ കാലഘട്ടം നോഹയുടെ കാലം പോലെ. ഇത് കാണുമ്പോൾ ഓർക്കുക, ഈ കൃപായുഗം കഴിയുവാൻ പോകുന്നു. ഇതാണ് സുപ്രസാദ കാലം. ഇതാണ് രക്ഷാസമയം. നമ്മുടെ രക്ഷയുടെ പെട്ടകം കാൽവരിയിൽ തുറന്നു കിടക്കുന്നു. കർത്താവ് എപ്പോഴാണ് ആ കൃപയുടെ വാതിൽ അടയ്ക്കുക എന്നറിയില്ല. ഈ കൃപയുടെ വാതിൽ ദൈവം തുറന്നതായത് കൊണ്ട് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവം ഈ വാതിൽ അടച്ചു കളഞ്ഞാൽ ആർക്കും തുറക്കാൻ സാധ്യമല്ല. സ്വർഗത്തിലേക്ക് കടക്കുവാൻ ഒരേ ഒരു വാതിലേ ഉള്ളൂ, അത് യേശുവാണ്. യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആര് പിതാവിന്റെ അടുക്കൽ എത്തുന്നുമില്ല എന്ന് യോഹന്നാൻ 14:6 വചനത്തിൽ നാം വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.